ഹലോ, നമുക്കിന്നൊരു വിൻറ്റേജ് ലുക്കിലുള്ള ജേണൽ ചെയ്യാം. അതിനു മുമ്പായിട്ട് ജേണലിനെ കുറിച്ചുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടൊന്ന് പറഞ്ഞോട്ടെ. കുറേ പേര് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കുറേ പിക്ചേഴ്സും പേപ്പേഴ്സും സ്റ്റിക്കേഴ്സും ഒക്കെ ഇങ്ങനെ പേജസിൽ ഒട്ടിച്ചിട്ട് ഇങ്ങനെ മുകളിലായിട്ട് ഒട്ടിച്ചുകൊണ്ടേയിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, ഇതുകൊണ്ട് നമുക്ക് എന്താ കിട്ടുന്നതെന്ന്. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇത്തിരിയൊക്കെ വലുതായിട്ട് നമ്മൾ ആ ബുക്കൊക്കെ തുറന്നു നോക്കുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കുന്നത് എന്ത് തേങ്ങയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ജേണൽ എന്ന് പറയുന്നത് നമ്മൾ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഡ് മൊമെൻറ്റോ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനുള്ളൊരു ബുക്ക് ആയിട്ടാണ് ഞാൻ ജേണലിങ്ങിനെ കാണുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തിനാണ് ഈ സ്റ്റിക്കേഴ്സൊക്കെ കട്ട് ചെയ്ത് വന്നേക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഇതിലകത്ത് കുറച്ച് കാര്യങ്ങൾ എഴുതാറുണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ജേണലിംഗ് എന്ന് പറയുമ്പോൾ ഇത്തരം പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് റൈറ്റിങ്സും ആവാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. റൈറ്റിങ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, നമ്മുടെ ഡയറിയൊക്കെ എഴുതുന്ന പോലെ. പിന്നെ ജേണലിംഗ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം പറയുന്നത് നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം എന്നാണ്. അപ്പോൾ നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഒരു ബുക്കിലേക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, അതിപ്പോൾ എന്തോ ആവാം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് ഇങ്ങനെയാണ്. നമുക്ക് എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കാനുള്ള ഒരു സംഭവം, അതിൻ്റെ കൂട്ടത്തിൽ അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഒട്ടിക്കാം അല്ലെ വരയ്ക്കാം എന്നൊക്കെയാണ് ഞാൻ ഈ ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ പിക്ചേഴ്സ് മാത്രം ഒട്ടിക്കുമ്പോൾ ഒരു മൈൻഡ് റിലാക്സേഷന് വേണ്ടിയിട്ട് ജേണലിംഗ് എന്ന പേരിൽ നമ്മളൊരു പിക്ചേഴ്സ് മാത്രം ഒട്ടിച്ചെടുക്കുമ്പോൾ ഓക്കെ, അറ്റ് എ ടൈം നമുക്കൊരു മൈൻഡ് റിലാക്സിങ് ആയിരിക്കും. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പം ഓക്കെ, ഇതൊക്കെ ഞാൻ മുന്നേ ഒട്ടിച്ചതാ എന്നല്ലാതെ നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേറെ ഒന്നും ഓർക്കാനില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് അവിടെ ബ്ലാങ്ക് ആണ്, നമ്മൾ ആ പിക്ചേഴ്സ് മാത്രമല്ലേ ഒട്ടിച്ചുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ മുന്നേ ചെയ്തതാണ് എന്നല്ലാതെ അത് കണക്ട് ചെയ്തിട്ട് നമുക്കൊന്നും ഓർത്തെടുക്കാനില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ നമ്മൾ നമ്മുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എഴുതുവാണെങ്കിൽ നമുക്ക് അതും കൂടെ ഓർത്തെടുക്കാമല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വേറൊരു കാര്യം പറയാം. പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അന്നൊക്കെ ജേണൽ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അന്നൊന്നും ഈ സോഷ്യൽ മീഡിയാസ് ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പം അന്നൊക്കെ ഞാനൊക്കെ ഡയറിയിൽ എഴുതിയതല്ല, മെയിനായിട്ടും ചെയ്തുകൊണ്ടിരുന്ന കാര്യം ഈ എന്താ പറയുക, നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ആക്ട്രസ്സോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടറിൻ്റെയൊക്കെ ഫോട്ടോസ് അന്നൊക്കെ നമ്മളെ സ്കൂളിൽ നമ്മുടെ ബുക്കിലൊട്ടിക്കുന്ന ലാബിളിൻ്റെ മുകളിലും അതുപോലെ ബുക്സിൻ്റെ മുകളിലൊക്കെ നമ്മളെ ആക്ടേഴ്സിൻ്റെയും ആക്ട്രസിൻ്റെയൊക്കെ പിക്ചേഴ്സാണല്ലോ വരിക. അതൊക്കെ കട്ട് ചെയ്തിട്ട് ഡയറിയിൽ കൊണ്ടുപോയി ഒട്ടിക്കും. ഇതായിരുന്നു എൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ കൂടെ എഴുതി വെക്കുന്നത് എന്താണെന്നറിയോ, ആ ഒരു മൂവിയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള സോങ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതാണ് അതിനകത്ത് എഴുതി വെക്കുന്നത്. അവരെ പിക്ചേഴ്സ് ഒട്ടിച്ചിട്ട് ആ സോങ് അവിടെ എഴുതി വെക്കും. ഇതായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കാണെങ്കിൽ അത് എപ്പോഴും ഇങ്ങനെ തുറന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ ചെയ്തിരുന്നതാണ് സ്കൂള് വരെയും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സിനൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിൽ അങ്ങ് വരെയും, എന്നിട്ട് അവരെ പേര് എഴുതി വെക്കും. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ഇപ്പോൾ ഒക്കെ ആ ഡയറിയൊക്കെ തുറന്നു നോക്കുമ്പോഴുണ്ടല്ലോ, ആ ഒരു സ്കൂൾ ടൈമും കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരും. എന്ത് രസമായിരുന്നു എന്നറിയോ. അപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങൾ സ്കൂൾ ടൈമിലും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ പേര് എഴുതി അവരെ പോലെ തോന്നിക്കുന്ന ചിത്രങ്ങൾ ഒട്ടിക്കുകയും അല്ലെങ്കിൽ വരഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ തുറന്നു നോക്കുമ്പോൾ നല്ല രസമായിരിക്കും. നല്ല മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും അതൊക്കെ തുറന്നു നോക്കാനായിട്ട്. അങ്ങനെ പറഞ്ഞ് നമ്മുടെ ജേണലിംഗ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു വിൻറ്റേജ് തീമിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള പഴയ ബുക്കും അതിനകത്തുള്ള കുറച്ച് പിക്ചേഴ്സൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. പിന്നെ കുറച്ച് പിക്ചേഴ്സൊക്കെ നമ്മൾ വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ജേണലിങ്ങിനെ കുറിച്ചിട്ടുള്ള മൊത്തത്തിലുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.